വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂറത്തുൽ ഫാത്തിഹയുടെ ഏതാനും ചില ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ക്ലാസ്സുകളുമായി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം. അതിൻ്റെ ശേഷം തുടർന്ന് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ മാലികി യൗമിദ്ദീൻ എന്നുവരെ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ രണ്ട് ആയത്തുകളാണ് നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ളത്. നമ്മൾ ബോർഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ രണ്ട് ഭാഗങ്ങൾ, ഈ രണ്ട് ആയത്തുകൾ മാത്രമല്ല ഇതിന് ശേഷമുള്ള ആയത്തുകളും വളരെ ശ്രദ്ധിച്ചു ഓതേണ്ട ആയത്തുകളാണ്. കാരണം ഒരുപാട് തെറ്റുകൾ വരുന്ന സ്ഥലങ്ങളാണ്. വിശാലമായിട്ട് നമ്മൾ പറയുന്നില്ല. ഇവിടെ തുടക്കത്തിൽ തന്നെ ഇയ്യാക എന്ന് പറയുന്നിടത്ത് തന്നെ ഒന്നാമത്തെ അക്ഷരം നമുക്കറിയാം ആ ഉ ഇ. നമ്മൾ അറബി അക്ഷരമാലയിൽ പഠിച്ച ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. ആ ഉ ഇ എന്നാണ്. ഇ എന്നുള്ള അക്ഷരമാണ് അവിടെ പറയുന്നത്. ആ ഇ എന്നുള്ള അക്ഷരം ചില ആളുകളെങ്കിലും യാഇന് കസ്റ കൊടുത്തിട്ട് ഈ എന്ന് പറയാറുണ്ട്. ഇയ്യാക ഇയ്യാക എന്ന് പറയാറുണ്ട് അപൂർവം ചില ആളുകൾ. അവിടെ യാഇന് കസ്റല്ല, അവിടെ അലിഫ് കസ്റ കൊടുത്തിട്ട് നമ്മൾ വായിക്കാണ് ഈ ഇയ്യാക. ചില ആളുകൾ ഇയ്യാക ഈ അലിഫിനടക്കം ശ്രദ്ധ കൊടുത്താണ്ട് ഇയ്യാക, കാരണം ശേഷമുള്ള യാഇന് ശ്രദ്ധ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അത് ഓതാൻ ചിലപ്പോൾ ഇയ്യാക. ഈ വസ്വാസുള്ള ആളുകളൊക്കെ അങ്ങനെ ഓതുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ എന്നുള്ള അക്ഷരമാണ് ആ ഉ ഇ. ഇയ്യാക ഇയ്യാക. യാഇന് കസ്റാണ്. വസ്വാസൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ കിട്ടൂല, അവസാനം ഇജ്ജാക്ക എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അക്ഷരങ്ങളുടെ മഖ്റജുകൾ നമുക്ക് പറയണം. അത് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമ്മൾ നോക്കുക ഇയ്യാക ഇയ്യാക. അത് കഴിഞ്ഞാൽ പിന്നെ നഅ്ബുദു എന്നുള്ളത്. നഅ്ബുദു എന്നുള്ളിടത്ത് തെറ്റ് വരുന്നത് നൂനിൻ്റെ ശേഷമുള്ള ഐന് പല ആളുകളും ഐനായിട്ടും അതുപോലെ തന്നെ ഹംസക്ക് സുക്കൂൻ കൊടുത്തിട്ടും വാവിന് സുക്കൂൻ കൊടുത്തിട്ടും ഒക്കെ ഓതാറുണ്ട്. നഅ്ബുദു എന്നും നഅ്ബുദു എന്നും നഅ്ബുദു എന്നൊക്കെ ഓതാറുണ്ട്. ഈ മൂന്ന് രൂപവും അല്ല, മറിച്ച് നൂനിൻ്റെ ശേഷം ഐന് വരുന്നു. ആ ഐന് എന്ത് ചെയ്യണം, ഐനിന് സുക്കൂന് കൊടുത്തിട്ട് നഅ്ബുദു നഅ്ബുദു ഐൻ ഐൻ ഐനല്ല ഐൻ നഅ്ബുദു അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. ഇവിടെ ഇയ്യാക നഅ്ബുദു എന്ന് ഓതുന്നിടത്ത് നമ്മൾ ഇയ്യാക എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നഅ്ബുദു എന്ന് ഓതുമ്പോൾ ചില പ്രയാസങ്ങൾ വരും. അവിടെ ഇയ്യാകന കന എന്ന് പറയുന്ന രൂപത്തിൽ കൂട്ടിയോത്ത് വരാണ്ട്. അപ്പം അത് നമ്മൾ ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ അൽഹംദു പറഞ്ഞിടത്ത് അൽഹംദു ലില്ലാ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു നൃത്തം അവിടെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക വ ഇയ്യാക. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വ ഇയ്യാക. അവിടെ അധിക ആളുകളും വ ഇയ്യാക എന്നത് വ ഇയ്യാക യാ അലിഫിന് കസ്ർ കൊടുക്കുന്നതിന് പകരം യാഇന് കസ്ർ കൊടുത്താണ്ട് നമ്മളിങ്ങനെ ശീലിച്ചങ്ങനെ ഓത്തണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക വ ഇയ്യാക. അവിടെ യാഇന് കസ്ർ കൊടുത്താണ്ട് ഈ എന്നുള്ള അക്ഷരം ഈ എന്നുള്ള അക്ഷരമായിട്ട് യാഇന് കസ്റായിട്ട് വരാറുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ തന്നെ ആയിരിക്കും, എന്നാലത് മാറ്റമുണ്ട്. അപ്പം വഇയ്യാക നസ്തഈൻ വഇയ്യാക നസ്തഈൻ. അവിടെ നസ്തഈൻ എന്ന് ഓതുന്നിടത്ത്
നസ്തഈൻ എന്ന് പറയാൻ പാടില്ല, ഖൈനല്ല. നസ്തഈൻ, നസ്തഈൻ അലിഫിന് കസ്റു അല്ല. അതുപോലെ തന്നെ നസ്തഈൻ യാഇന് കസ്റു അല്ല. നസ്തഈൻ അവിടെയും ഐനിന് കസ്റാണ്. അപ്പം നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ തന്നെ ഒന്നുകൂടെ ഓതട്ടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ തന്നെ പറയാം. ഇനി നമുക്ക് അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അത് പറയുമ്പം ഈ എന്നുള്ള അക്ഷരം കഴിഞ്ഞാൽ പിന്നെ ഹാഇന് സുക്കൂന വരുന്നത്. ഈ ഹാഇന് സുക്കൂനുള്ള ഹാഇന് പകരം ചില ആളുകൾ ഇഹ്ദിന രണ്ടും അലിഫ് കൊടുത്തിട്ട് പോകുന്ന ആളുകൾ ഇഹ്ദിന, അങ്ങനല്ല, ഹംസക്ക് സുക്കൂൻ കൊടുത്താണ്ട് ഇഹ്ദിന എന്നും പറ്റൂല. ഇഹ് എന്നും പറയാൻ പാടില്ല. ഈ കഴിഞ്ഞാൽ പിന്നെ ഹാഇന് സുക്കൂനാണ്. ഇഹ്ദിന 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 സിറാത്തുൽ മുസ്തഖീം. അവിടെ ഇഹ്ദിന ഇഹ്ദിന സ്വാദാണ്, പിന്നെ റാ ആണ്, പിന്നെ തോ ആണ്. ഇവിടെ സിറാത്ത എന്നുള്ളിടത്ത് കുറേ ആളുകൾ സീന് ഓതുന്ന ആളുകളുണ്ട്. സീനിന് പകരം സീൻ ഓതുന്ന ആളുകൾ സീന് അല്ല ഓതേണ്ടത്. അതുപോലെ തന്നെ തോവിന് പകരം താ ഓതുന്ന ആളുകളുണ്ട്. അവിടെ എന്താ വേണ്ടത്? ഒന്ന് സ്വാദാണ്, ഒന്ന് തോ ആണ്. സിറാത്ത സിറാത്ത ഇഹ്ദിന ഇഹ്ദിന സിറാത്ത. ശ്രദ്ധിക്കുക. ഇഹ്ദിന 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 സിറാത്ത സിറാത്ത. അത് കഴിഞ്ഞാൽ അൽ മുസ്തഖീം. മുസ്തഖീം എന്നുള്ളിടത്ത് മുസ്തഖീം എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. ഖാഫിന് പകരം ഖാഫായിട്ട് മുസ്തഖീം. അതുപോലെ തന്നെ താഇന് പകരം ഖോ ആയിട്ട് മുസ്തഖീം എന്ന് ഓതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമല്ല, താ ആണ്, പിന്നെ ഖാഫാണ്, മുസ്തഖീം. ഇഹ്ദിന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ആണ് ഈ രൂപത്തിൽ ഓതണം. അപ്പൊ ഒന്നുകൂടെ പറ്റേ. ഇയ്യാക ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പൊ ആദ്യം പറഞ്ഞുകൊടുത്ത് ശ്രദ്ധിക്കണം. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഓതുമ്പോഴും ചില കൂട്ടി ഓതലുകൾ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ തന്നെ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ രൂപത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ വിട പറഞ്ഞു പോയ ഉമ്മമാർ, ഉപ്പമാർ, വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ അള്ളാഹു അവരൊക്കെ ബർസഖി ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഓതിയതിൻ്റെ മുഴുവൻ മിസ്ല സവാബും അള്ളാഹു തആല എത്തിച്ച് സന്തോഷം, റാഹത്തും അനുഗ്രഹവും നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.